ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ മോഡൽ എക്സാം അവസാനിച്ചിരിക്കുകയാണ് അല്ലേ? നമ്മൾ ആരും പ്രതീക്ഷ പോലെ ആയിരുന്നില്ല നമ്മുടെ മോഡൽ എക്സാം ഉണ്ടായിരുന്നത്. ക്രിസ്മസ് എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാ മക്കളും വിചാരിച്ചിരുന്നത് നമ്മുടെ മോഡൽ എക്സാമും ടഫ് ആയിരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ വിപരീതമായിട്ട് നമ്മുടെ മോഡൽ എക്സാം അത്യാവശ്യം മോഡറേറ്റ്ലി ഈസി ആയിരുന്നു. ഇപ്പൊ എക്കണോമിക്സിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില മേഖലകളുണ്ട്, നല്ലോണം പഠിക്കേണ്ട, അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും. എല്ലാ മക്കളും പറയുന്നത് അത്യാവശ്യം മോഡറേറ്റ്ലി ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ മക്കളുടെ അടുത്ത സംശയം എന്ന് പറയുന്നത് മോഡൽ എക്സാം ഈസി ആയതുകൊണ്ട് പബ്ലിക് എക്സാം ടഫ് ആവുമോ എന്നുള്ള ടെൻഷനിലാണ് ഇപ്പൊ എല്ലാവരും ഉള്ളത്. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, ഒരിക്കലും ഇല്ല. ഈ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മോഡൽ എക്സാം ഈസി ആയതുകൊണ്ട് പബ്ലിക് എക്സാം ടഫ് ആവും, അല്ലെങ്കിൽ മോഡൽ എക്സാം ടഫ് ആയതുകൊണ്ട് പബ്ലിക് എക്സാം ഈസി ആവും, അങ്ങനെയൊന്നുമില്ല. ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. നിങ്ങൾക്ക് ഈ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാവാനും ടൈം എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവാനും വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ട്രയൽ മാത്രമാണ് ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് മോഡൽ എക്സാം ഈസി ആയതുകൊണ്ട് പബ്ലിക് എക്സാം ടഫ് ആവണമെന്നില്ല, പബ്ലിക് എക്സാം ഈസി ആവണമെന്നുമില്ല. അപ്പൊ ഇനി എന്ത് തന്നെ ആവട്ടെ, നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നതാണ് യഥാർത്ഥ പരീക്ഷ, നമ്മുടെ പബ്ലിക് എക്സാം. പബ്ലിക് എക്സാമിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ടാസ്ക്. അപ്പൊ അതിന് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം മോഡൽ എക്സാം ഈസി ആയതുകൊണ്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം വർക്ക്ഔട്ട് ചെയ്യാണോ വേണ്ടത്? അല്ല, മാക്സിമം ക്വസ്റ്റ്യൻസ്, എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ മോഡൽ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത മക്കളുണ്ടാവും, വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്ത മക്കളുണ്ടാവും. ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് നിങ്ങളുടെ പോരായ്മ എന്നുള്ളത്, ഏത് ഭാഗത്താണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ടൈം മാനേജ് ചെയ്യുന്നതിലാണോ പ്രശ്നം, അങ്ങനെ നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ പോരായ്മകളൊക്കെ നികത്താനുള്ളത് ഇനി നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിന് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ റിവിഷന്റെ ടൈമാണിപ്പോൾ. ഇപ്പൊ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ വീണ്ടും നല്ല അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യുക. പഠിക്കാൻ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. അതിനുള്ള സമയമാണ് ഇപ്പൊ നമുക്കുള്ളത്. പബ്ലിക് എക്സാമുകളുടെ ഇടയിലൊക്കെ നമുക്ക് ഗ്യാപ്പ് വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് ആ ഗ്യാപ്പിലേക്ക് പഠിക്കാം എന്ന് കരുതി മാറ്റി വെക്കരുതാരും. അപ്പൊ ഇനി നമ്മൾ റിവിഷന്റെ സമയമാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യേണ്ട സമയം കൂടിയാണ്. എല്ലാ ചാപ്റ്റേഴ്സിലെയും എല്ലാ സബ്ജക്ട്സിലെയും മാക്സിമം ക്വസ്റ്റ്യൻസ്, പറ്റാവുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമ്മുടെ സൈലം എപ്പോഴും പറയാറുള്ളത് പോലെ കുട്ടികളുടെ കൂടെ തന്നെയാണ് സൈലം എപ്പോഴും ഉണ്ടാവാറുള്ളത്. നമ്മൾ അതിന് വേണ്ട പ്ലാൻ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്, ഷുവർ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഷുവർ ക്വസ്റ്റ്യൻസിൽ എല്ലാ സബ്ജക്ട്സിലെയും എല്ലാ ചാപ്റ്റേഴ്സിലെയും മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട്. പബ്ലിക് എക്സാമിന് നമുക്ക് ഫുൾ മാർക്കും തന്നെ സ്കോർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇന്നും വൈകുന്നേരം 7 മണിക്കുള്ള നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ എല്ലാ സബ്ജക്ട്സിന്റെയും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം ചോദ്യങ്ങൾ കാണുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസും കൂടും. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക, നമ്മുടെ 7 മണിക്കുള്ള ലൈവ് ക്ലാസ്സുകൾ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പൊ പബ്ലിക് എക്സാമിന് ഇനി നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാം സൈലത്തോടൊപ്പം.